മതങ്ങളും ആരാധനാ സമ്പ്രദായത്തിലെ വൈവിധ്യങ്ങളും. ഭാഗം 3. ആരാധനാ സങ്കല്പങ്ങളായ ദേവന്മാരുടെ നേട്ടങ്ങൾ എന്ന അധികാരവും ബുദ്ധി വൈഭവവും പ്രവർത്തനശേഷിയും സുഖലോലുപതയും സ്ത്രീപുരുഷ സംഘമാനന്ദവും എല്ലാം ഇന്ന് ജീവിച്ചിരിക്കുന്ന അധികം മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം ദേവന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവസ്ഥയേക്കാൾ അധികമായിട്ടുതന്നെ ഇരിക്കുന്നുവെന്നേ പറയാനാവൂ. ദേവൻ ഗഗനചാരി ആയിരുന്നുവെങ്കിൽ മനുഷ്യാവസ്ഥയിൽ നിൽക്കുന്ന ഇന്നത്തെ സാധാരണ ജീവനുകളും അങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ദേവന്റേതായ സങ്കല്പങ്ങളെയും ശേഷികളെയും കടത്തിവെട്ടുന്ന നിർമ്മാണ ചാരുതയോടു കൂടിയ സൗധങ്ങളും നഗരങ്ങളും പണിയുന്നതിനും അവയുടെ സുരക്ഷിതത്വവും സുഖവും അനുഭവിക്കുന്നതിനും അതിവിശിഷ്ടം എന്ന് പറയാവുന്ന ഭക്ഷണപാനീയങ്ങൾ ആസ്വദിക്കുന്നതിനും പ്രാപ്തിയാർജിച്ചിരിക്കുന്ന അവസ്ഥയിലുള്ള ഓരോ മനുഷ്യജീവനും ആ അനുഭവത്തിലും അളവിലും ദേവന്മാരെക്കാൾ താഴെയാവുന്നില്ല. ദേവാവസ്ഥ പ്രാപിച്ചു നിൽക്കുന്ന മനുഷ്യരുടെ സ്ത്രീപുരുഷ ബന്ധ ജീവിതവും ക്രീഡകളും ആചാര്യ പരമ്പരകളുടെ കണിശമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ടെങ്കിൽ പോലും ദേവന്റേത് എന്ന് പറയാവുന്ന അനുഭവത്തിന്റെ അളവിനേക്കാൾ കൂടുതലാണെന്നേ പറയാൻ കഴിയൂ. കാലത്തിന്റെ വൈഭവം കൊണ്ട് വലിയ അറിവും ദേവനെപ്പോലെ അനുഭവ ഗുണവും ആർജിക്കുന്ന മനുഷ്യൻ തുടർന്നും ദേവനെ ആരാധിക്കുന്നുവെന്നത് തീർത്തും അനാവശ്യവും ജീവന്റെ അവസ്ഥകളെയും കാലത്തിന്റെ മാറ്റങ്ങളെയും അറിയാതിരിക്കലും സ്വയം ബോധ്യപ്പെടാതിരിക്കലും അല്ലാതെ മറ്റെന്തെങ്കിലും ആവുന്നില്ല. സ്വന്തം ജീവന്റെ യഥാർത്ഥ നില തിരിച്ചറിയാനാവാത്ത മനുഷ്യർ ദേവാരാധനക്കാരായും പിതൃപൂജ ചെയ്യുന്നവരായും സർപ്പാരാധനയും മൃഗപൂജയുമൊക്കെ ചെയ്യുന്നവരുമായി ജീവിക്കുന്നു എന്ന് വരുന്നു. പോയിപ്പോയ കാലങ്ങളിലൂടെ സംഭവിച്ച കർമ്മബന്ധം മുഖാന്തരമായുള്ള ജീവബന്ധം നിമിത്തം സൂക്ഷ്മമായി നിലകൊള്ളുന്ന ദുഷ്ട ജീവശേഷികൾ ജീവിച്ചിരിക്കുന്ന മനസ്സുകളിൽ ഭയം നിറയ്ക്കുകയും കർമ്മബന്ധത്തിന്റെ സ്വാധീനം എന്ന നിലയിൽ സംഭവിക്കുന്ന ദുഷിച്ച പാരമ്പര്യങ്ങളുമായി തുടർന്നുകൊണ്ടിരിക്കുന്നതിന് തക്കവണ്ണം മനുഷ്യന് പ്രേരണയാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീവൻ എന്ന സൂക്ഷ്മതരമായ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന അറിവുകളുടെ പ്രഭവകേന്ദ്രമായ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും അറിവുകൊണ്ടും ശേഷികൊണ്ടും വളരെയൊന്നും മുമ്പിലെത്താത്ത ദേവനെ പോലും ആരാധിക്കുന്നതിന് സാധ്യത ഇല്ലായിരുന്നുവെന്നതാണ് ചരിത്രം. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെയും അനേക നൂറ്റാണ്ടുകളായുള്ള ദൈവസങ്കല്പങ്ങൾ പലതും ബുദ്ധിവൈഭവം കുറഞ്ഞതും വൈകല്യം നിറഞ്ഞതുമായ ജീവനുകൾ ആണ് എന്നത് ജനങ്ങളുടെ ആരാധനാ സമ്പ്രദായം നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ത്രിമൂർത്തികളെയും ത്രിമൂർത്തികൾക്ക് കീഴിലായി നിൽക്കുന്നവർ എന്ന് പറയപ്പെടുന്ന ദേവസങ്കല്പശേഷികളെയും ആരാധിക്കാൻ അവകാശമുള്ളവരായി കണക്കാക്കപ്പെട്ടിരുന്നത് ജാതീയമായി മുൻനിരക്കാരും എന്നാൽ ഇന്നത്തെ സാധാരണ മനുഷ്യരെ പോലെ തന്നെയുള്ള ജീവനുകളും ആയിരുന്നു എന്ന് കാണാവുന്നതാണ്. പ്രയത്നം കൊണ്ട് സാധ്യമാവുന്ന ജീവിത സുഖവും അറിവും പ്രവർത്തനശേഷിയും ജനങ്ങളിലെത്തിക്കാതെ തടഞ്ഞു നിർത്തി ഭൂരിപക്ഷത്തെ അറിവില്ലാത്ത അടിമകളായി തലമുറകളിലൂടെ സൂക്ഷിച്ച് അവരുടെ പ്രവർത്തന ഫലം തട്ടിയെടുക്കുന്നതിനുള്ള ലക്ഷ്യമാണ് ഭൂരിപക്ഷമായ ജനങ്ങൾക്ക് ദേവന്മാരെ പോലും ആരാധിക്കാനുള്ള അവകാശമില്ലാതാക്കിയ നിയമങ്ങൾ കൊണ്ട് സാക്ഷാത്കരിച്ചത്. ദേവസങ്കല്പം അനുസരിച്ച് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞു വച്ചിരിക്കുന്ന ത്രിമൂർത്തികളെ ആരാധിച്ച് വിവരിക്കുന്ന സൃഷ്ടിയെ സംബന്ധിക്കുന്ന അറിവുകളും സംരക്ഷണ വിദ്യയുമെല്ലാം ഇന്നിന്റെ അറിവുകൾക്ക് അസ്വീകാര്യം ആയിരിക്കുന്നു. ത്രിമൂർത്തികളുടെ സൃഷ്ടി സ്ഥിതി സംഹാര അവകാശം ഇന്നത്തെ ബൗദ്ധിക നിലവാരത്തിന് അസ്വീകാര്യമായതിൽ നിന്ന് അവിധ ആരാധനാ സങ്കല്പങ്ങൾ ഈ കാലത്തിന് ഗുണകരമല്ലാത്തതെന്നും ഇന്നത്തെ സാധാരണ മനുഷ്യനേക്കാൾ ത്രിമൂർത്തികൾ ഉയരെയല്ലെന്നും ബോധ്യപ്പെടാനാവുന്നു. ജനിച്ച് പ്രവർത്തിക്കുന്ന എന്തിനും പരിണാമവും പര്യവസാനവും സംഭവിക്കുക എന്നത് പ്രാപഞ്ചിക നിയമമായിരിക്കെ ഏതോ കാലത്തിന്റെ ഭാവനകൾക്കും ആവശ്യങ്ങൾക്കും സാധ്യതകൾക്കും ഒത്തവിധം സംജാതമായി
അന്നിൻ്റെ ദൈവസങ്കല്പവും ഇന്നോളം എത്താത്ത അറിവുമായി നിലകൊള്ളുന്ന ദേവസങ്കല്പം ഈ കാലത്തിൻ്റെ യോഗ്യതയ്ക്കോ പ്രവർത്തനശേഷിക്കോ ഒക്കുന്ന എന്തെങ്കിലും ആവുന്നുമില്ല. ചാതുർവർണ്ണ്യ സങ്കല്പത്തിലെ ഉന്നത ജാതികൾക്ക് അനുകൂലമായ നിയമവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് അധകൃതരായി തീർന്നവർ ആരാധിക്കാൻ നിർബന്ധിതരായി തീർന്നത് വികലശേഷികളായ പിതൃക്കളെയും പൈശാചിക ശക്തികളെയും ഒക്കെ ആയിരുന്നു. അറിവ് കുറവ് നിമിത്തമായി താഴേക്കിടയിലുള്ളവർ അടിമകളായി തീരുകയും ദുഷിച്ച ആരാധനാ സമ്പ്രദായം തലമുറകളിലൂടെ തുടരുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദേവസങ്കല്പം എന്ന എല്ലാറ്റിനും കാരണമായതും എല്ലാമായതുമായ ശക്തിയും ചിന്തയും എന്ന സ്ഥാനത്ത് വന്നുപെട്ടത് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ അറിവില്ലാത്ത ആത്മാക്കളും നാടിന് കൊള്ളാത്തവരായി ജീവിച്ചവരും സമൂഹത്തെ ദുഷിപ്പിച്ചുകൊണ്ടിരുന്ന വേശ്യകളും ഒക്കെ ആയിത്തീർന്നു. കാലം കടന്നുപോയപ്പോൾ സമൂഹമൊന്നാകെ പാരമ്പര്യമായി തുടർന്നുവരുന്ന അറിവുകേടിലൂടെ ദുർമാർഗികളായി ജീവിച്ച് മരിച്ചവരിൽ പലരും സങ്കല്പ ദൈവങ്ങളായി മാറുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. ഇന്ത്യയിൽ പലയിടത്തും കാവുകളും ആരാധന കേന്ദ്രങ്ങളുമായി കാണപ്പെടുന്ന ഇടങ്ങളിലെ സങ്കല്പ പ്രതിഷ്ഠകൾ മുൻപറഞ്ഞ വിധമുള്ള വികലനീതിയുടെ ഉടമകളായ അക്രമികളുടെയും വേശ്യകളുടെയും ഒക്കെ ആത്മസങ്കല്പങ്ങൾ ആണ് എന്നതാണ് യാഥാർത്ഥ്യം. ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രവർത്തനശേഷിയും സൗഭാഗ്യ സാധ്യതകളും മനസ്സിന്റെ യോഗ്യതകളും ആരാധന എന്ന സങ്കല്പ നിമിത്തമായി ആരാധിക്കപ്പെടുന്ന ജീവനിലേക്ക് പ്രവേശിച്ച് ആ ജീവൻ ശക്തിപ്പെടുകയും ആരാധിക്കുന്ന ജീവൻ അധപ്പതിച്ച് ഭാഗ്യഹീനരും ഗതികെട്ടവരുമായി മാറുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നു. അതാത് കാലത്തിൻ്റെതായ ഗുരുക്കന്മാരാൽ സംസ്ഥാപിതമായ സംസ്കാരങ്ങളുടെ സമന്വയം എന്ന ഉജ്ജ്വലമായ സനാതന സംസ്കാരത്തിന്റെ നാടായ ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനത പക്ഷേ തലമുറകളിലൂടെ അറിവ് കെട്ടവരും ബുദ്ധി വൈഭവമില്ലാത്തവരും കഴിവുകെട്ടവരും ആയിത്തീർന്ന അനുഭവഗതിയാണ് കാണാനുണ്ടാവുന്നത്. കാലത്തിന് യോജിക്കുന്ന അറിവുണ്ടായിരുന്നവരും ദേവസമ്പ്രദായക്കാരുമായ സമൂഹങ്ങൾ പക്ഷേ ചാതുർവർണ്ണ്യ സങ്കല്പത്തിലൂടെ താഴേത്തട്ടിൽ നിർത്തപ്പെട്ടവരുടെ ഗതികെട്ട നില തുടരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക മാത്രം ചെയ്തു വന്നതായാണ് ചരിത്രം. സ്വന്തം കുടുംബവും സമുദായവും എന്നും ദാസ്യവൃത്തി ചെയ്യുന്നവരെക്കൊണ്ട് പരിചരിക്കപ്പെടുന്നതിനും സുഖലോലുപതയുടേതായ ജീവിതം ഉറപ്പാക്കുന്നതിനുമായി ദുഷ്ടലാക്കോടെ പ്രാവർത്തികമാക്കിയ ചാതുർവർണ്ണ്യ സങ്കല്പം കൊണ്ട് സാധിക്കുകയും ചെയ്തു. ഭൂരിപക്ഷ ജനത എന്ന അടിമകളുടേതും അറിവില്ലാത്തവരുടേതുമായ സമൂഹത്തെ നിലനിർത്തുന്നതിനായി പ്രയോഗിച്ച സങ്കുചിത മനസ്സിന്റെ കടുങ്കൈ എന്നല്ലാതെ മറ്റൊന്നും ചാതുർവർണ്ണ്യ സങ്കല്പത്തെയും അതിന്റെ പ്രായോഗികതയെയും കുറിച്ച് പറയാൻ കഴിയില്ല. ദേവനെ ആരാധിക്കുന്ന ജീവനും സമൂഹത്തിനും ദേവന്റെ ശേഷിക്ക് അപ്പുറമെത്താൻ സാധ്യമല്ലാത്തതുകൊണ്ടുതന്നെ അവസ്ഥാപരമായി ദേവസമ്പ്രദായത്തേക്കാൾ ശേഷിയും കാലത്തിനൊത്ത പ്രവർത്തനഗതിയുമുള്ള സമൂഹങ്ങൾക്ക് മുമ്പിൽ ആ സങ്കുചിത ബുദ്ധികൾക്ക് കീഴടങ്ങേണ്ടതായ അനുഭവവും നിരവധി തവണ സംഭവിച്ചതായി ഇന്ത്യയുടെ ചരിത്രത്തിലൂടെ കാണാനാവുന്നു. തനതായ ബോധവൈകല്യങ്ങളും സ്വാർത്ഥതയും സഹജമായി ഉണ്ടായിരുന്നവർ എങ്കിലും കാലത്തിനൊത്ത അറിവുകൾ എന്ന ഗുരുക്കന്മാരുടെ സങ്കല്പങ്ങളും പ്രവർത്തനങ്ങളുമായി വന്ന മുസ്ലിംകളും ക്രിസ്ത്യാനികളും ഒക്കെ ദേവസമ്പ്രദായക്കാരെ കീഴടക്കി ഇന്നത്തെ ഇന്ത്യ എന്ന പ്രദേശം നൂറ്റാണ്ടുകളോളം ഭരിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ദേവപരമ്പരകളിൽ നിന്ന് വ്യത്യസ്തമായി അവരോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായ ജീവനുകളെ ഉയർത്തുന്നതിനായി പ്രയത്നിക്കുക എന്ന നന്മയുടെ വശവും മുസ്ലിംകളുടെയും ക്രിസ്ത്യാനികളുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് കുറച്ചൊക്കെ ലഭിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസവും മേന്മയുള്ള തൊഴിലും മെച്ചപ്പെട്ട വേതന ലഭ്യതയും എന്നത് ദേവസമ്പ്രദായത്തിലൂടെ പ്രവർത്തിച്ച് വന്ന സമൂഹം കുത്തകയാക്കി സൂക്ഷിച്ചുവെങ്കിൽ അത് എല്ലാവരുടെയും അവകാശമാക്കി തീർക്കുന്നതിന് ക്രിസ്ത്യൻ മുസ്ലിം പരമ്പരകൾക്ക് ഒരളവോളം കഴിയുകയും ചെയ്തു. പ്രവൃത്തി കൊണ്ടും അനുഭവം കൊണ്ടും പുതിയ സമ്പ്രദായങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ജീവനുകളാകട്ടെ
സ്വാഭാവികമായും കാരണങ്ങളും ലക്ഷ്യങ്ങളും ബോധ്യപ്പെടാതെ യാദൃശ്ചികത എന്ന അനുഭവത്തിലൂടെ വന്നുപെട്ടതുമാണ്. കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഉന്നത ജാതികളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിരുന്ന പീഡനങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും മർദ്ദിതരായി കഴിയേണ്ടി വന്ന പുരുഷന്മാർ അവരുടെ ഗതികേടുകളിൽ നിന്ന് മുക്തി പ്രാപിക്കുന്നതിനുമായി കണ്ടെത്തിയതും ചേക്കേറിയതും വിദേശീയമായ ക്രൈസ്തവ ഇസ്ലാം പരമ്പരകൾ സൃഷ്ടിച്ച തണലിലേക്ക് ആയിരുന്നു. വർണ്ണാശ്രമ സമ്പ്രദായത്തിൽ നിന്ന് വൈദേശികമായ പുതുസംസ്കാരത്തിലേക്ക് പരിവർത്തിതമായ ജനങ്ങളുടെയും ആ സംസ്കാരങ്ങളുടെ തന്നെയും ശക്തി വികാസങ്ങൾക്കായി വിദ്യയും പ്രവർത്തന ശേഷിയും ഉള്ളവരായി വ്യക്തികളെ വളർത്തി എടുക്കേണ്ടത് സ്വാഭാവികമായ അനിവാര്യതയായിരുന്നു. വിദ്യയും പ്രവർത്തനശേഷിയും ബുദ്ധി വൈഭവവും താരതമ്യേന മുന്തിയ സ്വാതന്ത്ര്യബോധവും ഉള്ളവരായി വളർന്നു വന്ന പുതുപരമ്പരകൾ സാമൂഹികമായി തന്നെ പുരോഗതി ഉള്ളവർ ആയിത്തീരുന്ന സ്ഥിതിയുമുണ്ടായി.